പ്രിയമുള്ള ധർമ്മവിശ്വാസി, കുറച്ച് കാലങ്ങളായിട്ട് ഒരു 8-10 കൊല്ലങ്ങളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വൈകുന്നേരങ്ങളിൽ രാമായണം വായിക്കാൻ പാടില്ല. ഹനുമാൻ വായിക്കുന്ന സമയമായതുകൊണ്ട് നമ്മൾ ആ സമയത്ത് രാമായണം വായിച്ചാൽ ഹനുമാന് ദേഷ്യം വരും. ഹനുമാൻ നമ്മളെ വന്ന് പിടിച്ച് ചെവിക്ക് പിടിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോയിടും. പിന്നെ ആകെ പ്രശ്നമാവും. ഹനുമാൻ നമ്മളെ ശരിയാക്കി കളയും. ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു കുപ്രചരണം. ഒരാൾ ഈ പ്രചരണത്തിൽ വീണു പോകരുത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ടോട്ടൽ വേൾഡാണ് ഞാൻ പറയുന്നത്. രാമനാമം കേട്ടാൽ അത് വന്നിരുന്ന് ചെവിയോർത്തിരുന്ന് ആ ചൊല്ലുന്ന ആൾക്ക് പോലും സർവാനുഗ്രഹം തരുന്ന ഒരു മൂർത്തി ഉണ്ടെങ്കിൽ അത് ഹനുമാനാണ്. ഹനുമാൻ ചിരഞ്ജീവിയും കൂടിയാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായി മാനസികവും ശാരീരികവുമായ ശുദ്ധിയോടെ ഏത് സമയത്തും നമുക്ക് രാമായണം ജപിക്കാം. യാതൊരുവിധ തടസ്സവും അതിനില്ല. എല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഇത് കേൾക്കണം. രാമായണം എപ്പോ വേണമെങ്കിലും ശുദ്ധമായി ഏത് സമയത്ത് നമുക്ക് ജപിക്കാം. രാമായണ മാസത്തിൽ മാത്രം ജപിക്കാനുള്ള ഗ്രന്ഥമാണ് എന്നാരും തെറ്റിദ്ധരിക്കരുത്. രാമായണം നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമാക്കി നിർത്തേണ്ടതാണ്. എങ്ങനെയാണോ ഭഗവത്ഗീതയും മഹാഭാരതവും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നിർത്തുന്നത്, അതുപോലെ രാമായണത്തെയും നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണം. വാൽമീകി രാമായണമാണെങ്കിൽ ഉത്തമം, അധ്യാത്മ രാമായണവും അതിന് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും രാമനാമം ജപിക്കുന്നത് ഹനുമാൻ ഇഷ്ടമാണ്. ഏത് സമയത്തും നമുക്ക് ജപിക്കാം. അതിൽ യാതൊരുവിധ തടസ്സമില്ല. അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചെവി കൊടുക്കാതിരിക്കുക. രാമനാമം ജപിക്കുക. ഹരേ രാമ 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 ഹരേ ഹരേ. രാമായണം ചൊല്ല. ആദ്യത്തെ കാണ്ഡം മുതൽ അവസാനത്തെ കാണ്ഡം വരെയും ചൊല്ലിക്കൊണ്ടേയിരിക്കുക. എപ്പോൾ രാമൻ എന്ന് എവിടെ കേട്ടാലും അവിടെ ഹനുമാൻ ഓടിയെത്തും, നമ്മുടെ അടുത്തിരിക്കും, നമ്മളെ തലോടും, നമുക്ക് സ്നേഹം തരും, നമുക്ക് അനുഗ്രഹം തരും. എല്ലാം ഹനുമാൻ സ്വാമി തരും. ഒറ്റ കാരണവശാലും ഹനുമാൻ സ്വാമിയുടെ പേരും പറഞ്ഞിട്ട് വൈകുന്നേരങ്ങളിൽ രാമായണം വായിക്കാതിരിക്കരുതാരും. നിർബന്ധമായിട്ടും വായിക്കുക. നാമജപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ജപിച്ചാലും മതി. ഇനി നാമജപങ്ങൾക്ക് പകരം രാമായണം വായിച്ചാൽ അത് അത്യുത്തമമാണ് എന്ന് ഓർത്തു വയ്ക്കാം. നമസ്കാരം.